അപ്പടിയെ ജിമ്മൻ അടുത്ത ജിമ്മൻ. എന്റെ പള്ളി. ഇനി രജനീകാന്ത്. ഓ അട ഗൊമ്മാലെ. അടുത്ത വിജയ് സേതുപതി. ഹലോ ബാപ്പ റേഷൻ കടയിൽ സാധനം പിടിച്ചിരിക്കുന്നു, പോയി മേടിച്ചിട്ട് വാ. പൊണ്ടാട്ടി പുള്ളൊക്കെ എങ്കടാ മതി. ഒരു സ്ഥലം വരെ സബറെ നാളെ കാണാൻ പോകാൻ പറഞ്ഞേ. നാളെ പറ്റൂല ഏട്ടാ. എന്ത് നാളെ നിന്റെ പ്രസവവും? ഇല്ല, നാളെ എനിക്ക് കുറച്ച് തുണി എഴുവിടാണ്ട്. നിന്റെ എല്ലാ കാര്യത്തിലും ഞാൻ പറഞ്ഞ ഞാൻ വിളിക്കാൻ നിനക്ക് വരാൻ വയ്യല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ നമുക്ക് ഇപ്പൊ പോയാൽ കഴിവിടാ. അയ്യടാ തുണി മാത്രം മതിയാ, വീടിവിടെ തൂത്തിട്ട് തരാം. എടാ ഞാൻ നിന്നെ കളിക്കാൻ വിളിക്കാൻ വന്നില്ലേ, ഞാൻ അമ്പരന്ന് പോയി. ധനുഷ് നിന്ന് തുണി എഴുതുന്നു, ഉടുപ്പൊന്നും ഇല്ലാതെ ആ ബോഡിയെ കാണിച്ച്. എന്റെ പൊന്നെ, പിന്നീട് ഞാൻ നോക്കിയപ്പോ നീ ശബരിയത്തിൽ വന്ന് വണ്ടി എടുത്തോണ്ടിരിക്കും. ഭയങ്കര നടുവേദന. ഇന്നലെ മൊത്തം ഞാനാണ് ഓട്ടിച്ച, ഇന്നലെ ഓടിയാണെന്ന് പറ്റത്തില്ല. നമ്മൾ ലക്ഷ്മി ഇല്ലേ, അവള് പറഞ്ഞ് നീ ബൈക്ക് ഓടിക്കുന്ന കാണാൻ ജോൺ അബ്രാഹിമിനെ കണക്കിരിക്കുന്നു. ശബരി, നിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 5 ദിവസമായി, ഇതുവരെ ചെലവ് കിട്ടിയിട്ടില്ലേ? ചെലവിനേരാ നിന്റെ വാപ്പ അടുത്ത് പറയടാ, എന്റെ പൈസയൊന്നും ഇല്ല. അതൊന്നുകൂടെ പറഞ്ഞാണ്. ചെലവിനേരാ ഞാൻ ആര് നിന്റെ വാപ്പായാന്ന്? മഹേഷ് ബാബു. എവിടെന്ന്? ഈ സൈഡാ. എന്റെ പൊന്നി, ഇത് മഹേഷ് ബാബുവിന്റെ അടുത്ത് സംസാരിക്കുന്നത് കാണാനും ആരുമില്ലേ? നീ ഇത് കൊറേ ആയി കേട്ടാ സൂചിപ്പിക്കുന്നത്. ഇപ്പുറത്തെ സൈഡ് തിരിഞ്ഞപ്പോ നാഗാർജുന. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എത് നാഗാർജുനാവാ? ഞാൻ പോയി ആരും വിളിച്ചിട്ട് കേട്ടാ. ഹാഫ് മന്തി, അതീ കൂടുതൽ ചോദിക്കരുത്, ഹാഫ് മന്തി. വാ. പെൺമൈ വാരങ്ങൾ താങ്കുവതിൽ. ആ ട്രൈഷപ്സ് ഒക്കെ കറക്റ്റ് ആര്യനാടി ശിവശങ്കരൻ. അതാര്? അമേരിക്കയിലെ വലിയ മസിലുകാരനാ. 40 രൂപയുടെ പെപ്സി ഇവിടെ മേടിച്ചിരും. മപ്പൻ.